ആശുപത്രിയിലെ ഒരു കൊച്ചു പെൺകുട്ടി പപ്പയുടെ കൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ എന്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ആക്സിഡന്റ് പറ്റി ആ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ കണ്ടറിഞ്ഞ് പരിശ്രമിച്ച് ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ആ കൊച്ചു പെൺകുട്ടി ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലത് കൈ ഇല്ലാത്തവളായിട്ടാണ് പുറത്തിറങ്ങിയത്. വലത് കൈ ആ ആക്സിഡന്റിലൂടെ റിമൂവ് ചെയ്യേണ്ടി വന്നു. ആ കൊച്ചു പെൺകുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വലത് കൈ ഇല്ലാതെ വളരെ വിഷമിച്ചു. എങ്കിലും നിരാശപ്പെടാതെ അടുത്ത വർഷം 8ാം ക്ലാസ്സിൽ പോയി പഠിച്ചു. 9ൽ പഠിച്ചു. 2ൽ നല്ല മാർക്കോടെ പാസ്സായി. +2 നല്ല മാർക്കോടെ പാസ്സായി. +2 കഴിഞ്ഞപ്പോൾ വലത് കൈ ഇല്ലാത്ത പെൺകുട്ടി ഒരു തീരുമാനമെടുത്തു. എനിക്ക് എന്റെ നാടിനെ സേവിക്കണം, എന്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ IAS കോച്ച് ചെയ്ത് കടന്നുപോയി. അങ്ങനെ നമ്മുടെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ജില്ല എനിക്ക് മെട്രോയിലേക്ക് കയറണമെങ്കിൽ ഇങ്ങോട്ട് പോകും. കോയമ്പത്തൂരോ എവിടെ പോകും? നിങ്ങൾ മെട്രോയിലേക്ക് കയറണമെങ്കിൽ ഇവിടെ കൊച്ചിയിലെ ഡെപ്യൂട്ടി കളക്ടറായിട്ട് പോയി ജോലി ചെയ്യുകയാണ്. പാർവതി ഗോപകുമാറിനെ മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്നത്തെ സോഷ്യൽ അവയർനെസ് ടീമിനെ ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് പ്രത്യേക